അപ്പോഴേ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നല്ല വലിയ കൊഞ്ച് കിട്ടി. നമുക്കത് വെച്ചിട്ട് നല്ല മുളകിൽ വറ്റിച്ചെടുക്കാം. അപ്പോൾ അതാ മീൻ വയ്ക്കുന്ന ഒരു കറിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കൊരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നീളത്തിൽ നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. 3-4 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളേനേക്കാളും നല്ലത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടികളൊക്കെ ചേർത്തെടുക്കുന്നത്. കുറച്ച് വഴന്നാലാണ് കേട്ടോ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതാണ് കേട്ടോ ഞാൻ ചേർത്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. 2 ടീസ്പൂൺ ചെറിയൊരു ടീസ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇട്ടെടുക്കാം. ഞാനപ്പോൾ ഇത് ഇച്ചിരി എരിവിൽ തന്നെയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്പം വെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നേരം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് ഒരു കുഴമ്പ് രൂപത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചെമ്മീനാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് 1 കിലോ ചെമ്മീനുണ്ട്. നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് തന്നെ ധാരാളമാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കറിയൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുറുകി ചാറൊക്കെ വറ്റി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ കൂട്ടാനൊന്ന് കൂട്ടണം. എൻ്റെ അമ്മോ അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറ്, ചപ്പാത്തി, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ്. പിന്നെ പുട്ട് അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.